السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹദ് ഫദ്ല് കൊണ്ടും പരിശുദ്ധമായ റമളാനിന്റെ ബറക്കത്ത് കൊണ്ടും നമ്മുടെ എല്ലാ തെറ്റുകുറ്റങ്ങൾക്കും മാപ്പ് നൽകട്ടെ. അല്ലാഹു ഇഷ്ടപ്പെടുന്ന സജ്ജനങ്ങളിൽ നമ്മയും വേണ്ടപ്പെട്ടവരെയും അല്ലാഹു ചേർക്കട്ടെ. നമ്മുടെ മജ്ലിസിൽ വന്നിരിക്കുന്ന നമ്മുടെ എല്ലാം കൽബിൽ, പ്രത്യേകിച്ച് ദുആ ചെയ്യാൻ പറഞ്ഞവരുടെ കൽബിൽ ഒട്ടനവധി മുറാദുകളുണ്ട്. എല്ലാം അല്ലാഹു മാസത്തിന്റെ ബറക്കത്തുകൊണ്ട് ഹാസിലാക്കട്ടെ. നമ്മുടെ നോമ്പ്, തറാവീഹ്, എല്ലാ നന്മകളും, ഖുർആൻ പാരായണം, ഇൽമ്, മജ്ലിസ് എല്ലാം അല്ലാഹു കബൂൽ ചെയ്യട്ടെ. നമ്മുടെ വിഷമങ്ങൾ, പ്രയാസങ്ങൾ, രോഗങ്ങൾ, കടങ്ങളെല്ലാം അല്ലാഹു നീക്കിത്തരട്ടെ. പ്രത്യേകിച്ച് മരണപ്പെട്ടു പോയ നമ്മുടെ വേണ്ടപ്പെട്ട എല്ലാവരുടെയും ഖബർ ജീവിതം റാഹത്തിലും സന്തോഷത്തിലുമാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പരിശുദ്ധമായ റമളാനിന്റെ ആദ്യത്തെ 10 ഏകദേശം അവസാനത്തെ മുഹൂർത്തത്തിലേക്ക് നമ്മൾ ചേരുന്നു. ഇന്ന് പരിശുദ്ധമായ റമളാൻ 8ന്റെ രാവാണ്. ഈ രാവിൽ പ്രത്യേകിച്ച് മുഅ്മിനീങ്ങളായ ആളുകൾ അല്ലാഹുവിനോട് പ്രത്യേകം ചോദിക്കേണ്ട ഇന്നത്തെ രാവിന്റെ പ്രത്യേക ദുആയിൽ നമ്മൾ ആഡ് ചെയ്യണമെന്ന് മഹത്തുക്കൾ നമ്മൾ പറഞ്ഞിട്ടുള്ള പ്രഗൽഭമായ ദുആ. ആ ദുആയിൽ യതീം കുട്ടികൾക്ക് കരുണ ചെയ്യാൻ അല്ലാഹുവേ എനിക്ക് അവസരം തരണം. ഒരു മനുഷ്യന്റെ ലൈഫിൽ ഏറ്റവും വലിയ നന്മയാണ് യതീം കുട്ടികളോട് കാരുണ്യം കാണിക്കുക, അവർക്ക് വേണ്ട ഗുണങ്ങൾ ചെയ്തു കൊടുക്കുക. അവരുടെ തലയിൽ ഒന്ന് തലോടിയാൽ പോലും പാപമോചനമാണ്. അതിന് അല്ലാഹുവിനോട് ചോദിക്കുക, അവരോട് കരുണ കാണിക്കാനുള്ള മനസ്സ് തരണേ എന്ന് ചോദിക്കുക. സലാം പറയാൻ, ഭക്ഷണം കൊടുക്കാനും മറ്റുള്ളവരോട് സലാം പറയാനുമുള്ള അവസരം നൽകണം. നല്ല കൂട്ടുകെട്ട് നൽകണം. ചീത്ത കൂട്ടുകെട്ടുമായി അകൽച്ച വേണം എന്നുള്ള ചോദ്യമാണ്. ഈ ദുആ ആത്മാർത്ഥമായി എൻ്റെ കൂടെ എല്ലാവരും പറയാം. اللهم ارزقني فيه رحمة الأيتام وإطعام الطعام وإفشاء السلام وارزقني صحبة الكرام واجنبني محادثة الإخوان اللئام بطولك يا ملجأ الآملين. അല്ലാഹു സ്വീകരിക്കട്ടെ, കബൂൽ ചെയ്യട്ടെ. അൽഹംദുലില്ലാഹ്. ഇനി ഇന്നത്തെ രാവിലെ തറാവീഹിന്റെ പ്രത്യേകത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, സയ്യിദന ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് കൊടുക്കുന്നത് പോലത്തെ വലിയ പ്രതിഫലം നിങ്ങൾക്ക് നൽകും ഇന്നത്തെ തറാവീഹിൽ. അത് ഇന്നത്തെ തറാവീഹിന് മാത്രമുള്ള പ്രത്യേകതയാണ്. മറ്റൊരു തറാവീഹിനും ആ ഫളല് നമുക്ക് പരിഹരിക്കാൻ പറ്റൂല. അത്രയേറെ പ്രഗൽഭമാണ്, മുടങ്ങാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സ്വീകാര്യമായ ഖബൂലിയത്തുള്ള നിസ്കാരം അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സാധാരണ നമ്മൾ ഓതി വരാറുള്ള ദിക്ർ, ദുആ മജ്ലിസാണ് നമ്മൾ തുടങ്ങുന്നത്. എല്ലാവരും സജീവമാകുക. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നഹ് വഅഊദു ബിക മിനൻ നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നഹ് വഅഊദു ബിക മിനൻ നാർ. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. ഇനി പരിശുദ്ധമായ റമളാനിന്റെ ആദ്യത്തെ 10 സജീവമായിട്ട് നമ്മൾ ചോദിക്കേണ്ട ദുആയാണ് അള്ളാഹിന്റെ റഹ്മത്ത് ചോദിച്ചുകൊണ്ടുള്ള ദുആ. ഈ ദുആന്റെ പ്രത്യേകത, ഇത് കഴിഞ്ഞിട്ട് നമ്മൾ എന്തൊക്കെ ചോദിക്കുന്നുണ്ടോ അത് മുഴുവനും കബൂലാക്കുമെന്നാണ് ഇതിന്റെ പ്രത്യേകത. ഹദീസിൽ കാണാം. അപ്പൊ അതാണ് ആത്മാർത്ഥമായി പറയേണ്ടത്. എൻ്റെ കൂടെ പറയാം. അല്ലാഹുമ്മ റഹംനി യാ റഹമർ റഹീമീൻ. അല്ലാഹുമ്മ റഹംനി യാ റഹമർ റഹീമീൻ. اللهم ارحمني يا ارحم الراحمين. 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 اللهم ارحمني يا ارحم الراحمين.
അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യട്ടെ, സ്വീകരിക്കട്ടെ. അല്ലാഹുവിന്റെ ബറക്കത്ത് നമുക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. ഇനി നമുക്ക് പറയാനുള്ളത്, പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാന്മാരായ സ്വഹാബത്ത് പഠിപ്പിച്ചു തന്നു. ആത്മാർത്ഥമായിട്ട് നോമ്പ് തുറന്ന് ആ രാവിൽ വിശ്വാസിനികൾ ഒരു ദുആ ഉണ്ട്. ആ ദുആ പറഞ്ഞാൽ ഹജ്ജിന് കൊടുക്കുന്ന ഓഫറാ. കയ്യൗമ വലദതു ഉമ്മുഹു, ഉമ്മ കുഞ്ഞിന് ജന്മം കൊടുക്കുമ്പോൾ പാപങ്ങൾ മുഴുവനും ശുദ്ധീകരിക്കപ്പെട്ട അവസ്ഥയിൽ ഒരു തെറ്റുണ്ടാവില്ല. അത്രയേറെ പ്രഗത്ഭമായ ദുആയാണ്. മാത്രമല്ല, ഇത് നിങ്ങളുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണമെന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ദുനിയാവിന്റെയും ആഖിറത്ത് ഇരു ലോകത്തിന്റെയും കാര്യങ്ങൾ സ്വലാഹ് നന്നാക്കി തരുമെന്നാണ് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾ പറയുന്നത്. അത്ര എഫക്റ്റീവാണ് ആ ദുആയാണ് നമ്മൾ ചൊല്ലാൻ പോകുന്നത്. എൻ്റെ കൂടെ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ചൊല്ലാം. ഇതിലൊക്കെ ഉമ്മമാരൊക്കെ പങ്കെടുക്കണം. ഈ ദിക്ർ ദുആയിലൊക്കെ ഖുർആനിന്റെ സൂറത്തുകൾ ഓതുമ്പോൾ അതിലൊക്കെയാണ് നമുക്ക് ഈ പീരീഡിന്റെ ടൈമിലുള്ള വ്യത്യാസമുള്ളൂ. ബാക്കി ദുആയിലൊക്കെ സജീവമാകണം. പലരും ചൊല്ലാൻ പറ്റുമോ, ഇത് പുണ്യമുള്ളതല്ലേ എന്ന് മാറി നിൽക്കുന്നുണ്ട്. ഒരിക്കലും പാടില്ല. എല്ലാവരും കൂടണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. യാ അലീം യാ അലീം യാ അലീം أنت إلهي لا إله غيرك يغفر الذنب العظيم فإنه لا يغفر الذنب العظيم إلا العظيم يا عظيم يا عظيم يا عظيم أنت إلهي لا إله غيرك يغفر الذنب العظيم فإنه لا يغفر الذنب العظيم إلا العظيم. تقبل الله. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായി കബൂൽ ചെയ്ത് വലിയ ഈ ദുആയിൽ പറഞ്ഞതുപോലെ, അല്ലാഹുവേ, ഉന്നതനായ നിനക്ക് വലിയ പാപങ്ങൾ പൊറുക്കാൻ പറ്റുള്ളൂ, നീയാണ് പൊറുക്കുന്നവൻ, നീ അല്ലാതെ ഇലാഹില്ല, എനിക്ക് പുറത്തു തരണം പടച്ചോനെ എന്നാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. അല്ലാഹു അത് പരിപൂർണമായി കബൂൽ ചെയ്യട്ടെ, നമ്മുടെ തെറ്റുകൾ പൊറുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി പരിശുദ്ധമായ റമളാനിൽ ഉടനീളം നമ്മൾ 30 വരെ ചോദിക്കേണ്ട ദുആയാണ്. റമളാൻ നമുക്ക് അനുകൂലമായി സാക്ഷി പറഞ്ഞ് നാളെ നമ്മെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സ്വർഗം മേടിച്ചു തരാൻ ഈ ദുആ കാരണമാകും. മാത്രമല്ല, നരകമോചനത്തിന് ദുആ കാരണമാണ്. നമ്മുടെ വാപ്പ ഉമ്മ നമ്മുടെ വേണ്ടപ്പെട്ട എല്ലാവർക്കും നരകമോചനം കിട്ടാൻ ദുആ കാരണമാണ്. ആ ദുആയാണ് ഇനി നമുക്ക് ചെല്ലാനുള്ളത്. ആത്മാർത്ഥമായിട്ട് ചൊല്ലാം. അല്ലാഹുമ്മ ജഅൽ ഹാദാ ശഹ്റ ശരീഫൽ അളീമൽ മുബാറക ശാഹിദൻ ലനാ ലാ ശാഹിദൻ അലൈനാ വജഅൽഹു ഹുജ്ജതൻ ലനാ ലാ ഹുജ്ജതൻ അലൈനാ. اللهم اعتق رقابنا ونقاب آبائنا وأمهاتنا ومن تعلقوا بنا من الدين والمظالم والنار. اللهم اجعل هذا الشهر الشريف العظيم المبارك شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. اللهم اعتق رقابنا ونقاب آبائنا وأمهاتنا ومن تعلقوا بنا من الدين والمظالم والنار. اللهم اجعل هذا الشهر الشريف العظيم المبارك شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. اللهم اعتق رقابنا ونقاب آبائنا وأمهاتنا ومن تعلقوا بنا من الدين والمظالم والنار. അൽഹംദുലില്ലാ. ഇനി നമുക്ക് ചൊല്ലാനുള്ളത് അല്ലാഹുവിന്റെ പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിലെ ഏറ്റവും വേറിട്ടൊരു ഇസ്മാണ്. അതായത് പരിശുദ്ധമായ റമളാനിന്റെ ആദ്യത്തെ 10കളിലൂടെയാണല്ലോ നമ്മൾ പോകുന്നത്. ആദ്യത്തെ 10 അവ്വലുഹു റഹ്മത്തുൻ എന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. റഹ്മത്തിന്റെ 10ആണ്. അപ്പൊ ഒരുപാട് ചോദിക്കേണ്ടതും അല്ലാഹുവിന്റെ റഹ്മത്ത് തന്നെയാണ്. ആ ചോദ്യവുമായി അല്ലാഹുവിന്റെ റഹ്മത്തുമായി ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്ന എന്ന് പറഞ്ഞാൽ, അല്ലാഹുവിന്റെ റഹ്മത്ത് കിട്ടാൻ ഈ ഇസ്മ ചൊല്ലുന്ന അല്ലെങ്കിൽ പറയുന്നവർക്ക് പ്രത്യേകം പോലീസ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കും. അതാണ് യാ റഹ്മാൻ എന്ന് പറയുന്ന അല്ലാഹുവിന്റെ റഹ്മത്ത് കിട്ടാൻ വേണ്ടി വിളിക്കുന്ന തേടുന്ന തേട്ടമാണ്. അതിനോടുകൂടെ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഏറ്റവും അഫ്ളലായ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് അതുകൂടെ ചേർത്തുകൊണ്ട് നമ്മൾ ആ ഒരു ദിക്റാണ് ഈ പറയാൻ പോകുന്നത്. ആത്മാർത്ഥമായി എനിക്ക് റഹ്മത്ത് വേണം എന്നുള്ള തേട്ടം ഈ യസ്മാ പറയുന്നതിൽ നമ്മുടെ കൽബിൽ ഉണ്ടാകണം. എൻ്റെ കൂടെ എല്ലാവരും പറയണം, യാ റഹ്മാനു യാ അല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, യാ റഹ്മാനു യാ അല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്,
യാ റഹ്മാനു യാ അല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 യാ റഹ്മാനു യാ അല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ പരിശുദ്ധമായ ഇസ്മ സ്വീകരിക്കട്ടെ, കബൂലാക്കട്ടെ, അവന്റെ റഹ്മത്ത് നമുക്ക് പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി റമദാനിൽ ഉടനീളം നമുക്ക് വേണ്ടത് അല്ലാഹുവിന്റെ മഗ്ഫിറത്താണ്. പ്രത്യേകം പൊറുക്കണേ, പാപമോചനം നൽകണേ എന്നുള്ള തേട്ടമാണ് വിശ്വാസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട. പാപങ്ങൾ പുറത്തു കിട്ടാൻ വേണ്ടി അല്ലാഹുവിന്റെ ഏതൊരു കാര്യമാണോ നമുക്ക് നേടിയെടുക്കാനുള്ളത് ആ കാര്യവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന അള്ളാഹിന്റെ ഇസ്മ പറഞ്ഞു പ്രത്യേകം ദുആ ചെയ്യൽ പുണ്യമാണ്, ഇജാബത്ത് കിട്ടുമെന്ന് മഹത്തുക്കൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പാപങ്ങൾ പുറത്തു കിട്ടാൻ, നമ്മുടെ തിന്മകൾ കരിഞ്ഞു പോകാൻ അള്ളാഹുവിന്റെ ഗഫാർ യാ ഗഫാർ യാ അല്ലാഹ്, ഏറ്റവും പാപങ്ങൾ പൊറുക്കുന്നവനെ എന്നുള്ള ആ ഒരു വിളിയാളം, ആ ഒരു ഇസ്മ, അത് വല്ലാത്ത പവറാണ്. അതും പരിശുദ്ധമായ കലിമത്ത് തൗഹീദും കൂടെ ചേർന്നുകൊണ്ട് ഒരു ഇസ്മ, അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. എല്ലാവരും ആത്മാർത്ഥമായിട്ട് പറയാം. യാ ഗഫാർ യാ അല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 യാ ഗഫാർ യാ അല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ടവരെ, ഇനി നമുക്ക് ചൊല്ലാനുള്ളത് പ്രത്യേകിച്ച് നമ്മുടെ സഹോദരിമാർക്ക്, നമ്മൾ സംസാരിച്ചിട്ടുണ്ടല്ലോ, അവർക്ക് ഖുർആൻ ഓതാൻ പറ്റാത്തപ്പോൾ, നിസ്കരിക്കാൻ പറ്റാത്ത സമയങ്ങളിൽ ആത്മാർത്ഥമായി ചൊല്ലിയാൽ അള്ളാഹു നരകമോചനം കൊടുക്കും, സിറാത്ത് പാലത്തിലൂടെ എളുപ്പം കടത്തി കൊണ്ടുപോകും, അള്ളാഹിന്റെ അദാബിൽ നിന്ന് അമ്ന നിർഭയത്വം കൊടുക്കും. മാത്രമല്ല, ഈ പരിശുദ്ധമായ വചനം പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ആയിരക്കണക്കിന് നിസ്കാരങ്ങളുടെ കൂലി പോലും വകവെച്ചു കൊടുക്കും എന്ന് പറഞ്ഞ വാക്കാണ്. ആ വാക്ക് ആത്മാർത്ഥമായിട്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് പറഞ്ഞാൽ, പ്രത്യേകിച്ച് ഇപ്പൊ നമ്മൾ വിചാരിക്കും ഈ പരിശുദ്ധമായ വചനം പറഞ്ഞതുകൊണ്ട് സഹോദരന്മാർക്ക്, പുരുഷന്മാർക്ക് എന്താ ലാഭമെന്ന്. തീർച്ചയായും നമ്മൾ ഈ പറയുന്ന വാക്കിന്റെ അർത്ഥങ്ങൾ ചിന്തിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം ഹദീസ് പറഞ്ഞിട്ടുണ്ട്, ഒരു വിശ്വാസി പറയുന്നതിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്കാണ് അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. അസ്തഗ്ഫിറുല്ലാഹ മിൻ കുല്ലി ദംബ് എന്ന് പറഞ്ഞാൽ എല്ലാ തെറ്റിനും തൊട്ടും എനിക്ക് കാവൽ നൽകണം, എനിക്ക് നീ ക്ഷമാപണം നൽകണമെന്ന എല്ലാവർക്കും പറയാൻ പറ്റിയ വാക്ക് കൂടെയാണ്. എല്ലാവരും ആത്മാർത്ഥമായിട്ട് പറയാം. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ വസ്തഗ്ഫിറുല്ലാഹ മിൻ കുല്ലി ദംബ്. 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 അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ അസ്തഗ്ഫിറുല്ലാഹ 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 മിൻ കുല്ലി ദംബ്. അൽഹംദുലില്ലാഹ്. ഇനി പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ റമളാനും പരിശുദ്ധ തറാവീഹും നോമ്പ് തുറക്കലും നോമ്പ് തുറപ്പിക്കലും എല്ലാ അമലുകളും നമ്മുടെ കയ്യിൽ കൊണ്ടുവന്ന് തന്നതാരാ? പരിശുദ്ധ റസൂലാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ റമളാൻ നമുക്ക് കിട്ടാൻ കാരണം പുണ്യ നബിയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുൻകഴിഞ്ഞു പോയ ഉമ്മത്തിന് ഈസാ നബിക്ക് റമളാനില്ല, മൂസാ നബിക്ക് ഇല്ല. എന്തുകൊണ്ടാ? അവരുടെ കൂടെ പുണ്യ റസൂലില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ കൂടെ പുണ്യ നബിയുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഇതെല്ലാം കിട്ടിയത്. ലൈലത്തുൽ ഖദർ, ഖുർആൻ ഒരു ഉമ്മത്തിനും അള്ളാഹു കൊടുത്തില്ല, ഈ ഉമ്മത്തിനാണ് നൽകിയത്. കാരണം ലീഡർ പരിശുദ്ധ റസൂലാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അവിടുത്തെ ഓർക്കാതെ, അവിടുത്തെ സ്വലാത്തില്ലാതെ ഒരു മജ്‌ലിസും ഇല്ല, നമുക്ക് ഒന്നും വിജയിക്കില്ല. അതുകൊണ്ട് പരിപൂർണമായി ഈ മജ്‌ലിസിന്റെ ബറക്കത്ത് തീർച്ചയായും സ്വലാത്തുകൾ കൂടെയാണ്. ആത്മാർത്ഥമായി ബറക്കത്തിന് വേണ്ടി കുറച്ച് സ്വലാത്ത് നമുക്ക് ചൊല്ലാം. എല്ലാവരും എൻ്റെ കൂടെ ചൊല്ലാം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം
وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد اللهم صل وسلم وبارك على سيدنا محمد الفاتح لما ولق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم صلى الله عليه وعلى آله وأصحابه حق قدره ومقداره العظيم اللهم صل وسلم وبارك على سيدنا محمد الفاتح لما ولق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم صلى الله عليه وعلى آله وأصحابه حق قدره ومقداره العظيم اللهم صل وسلم وبارك على سيدنا محمد الفاتح لما ولق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم صلى الله عليه وعلى آله وأصحابه حق قدره ومقداره العظيم اللهم صل على النور واهله 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 صلى الله على سيدنا محمد والآل والأصحاب سلم 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 അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ടവരെ, ഇനി നമ്മൾ മറക്കാതെ ഓർത്ത് ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നാളത്തെ നോമ്പിലുള്ള നിയ്യത്ത്. എല്ലാവരും എൻ്റെ കൂടെ നിയ്യത്ത് വെക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നവൈതു സൗമ ഗദിൻ അൻ അദാഇ ഫർളി റമളാനി ഹാദിഹി സനതി ലില്ലാഹി തആല. ഈ വർഷത്തെ അദാ ആയ ഫർളായ റമളാൻ മാസത്തിൽ നിന്നുള്ള നാളത്തെ നോമ്പിനെ അല്ലാഹു തആലാക്ക് വേണ്ടി അനുഷ്ഠിക്കുവാൻ ഞാൻ കരുതി. തഖബ്ബലല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ, ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി നമുക്കൊരു ഫാത്തിഹ, അത് നമ്മുടെ മരണപ്പെട്ടു പോയ വേണ്ടപ്പെട്ട എല്ലാവർക്കും, പ്രത്യേകിച്ച് റമളാനിൽ വഫാത്തായി പോയ മുഴുവൻ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾക്കും. റമളാനിലൊക്കെ വഫാത്ത് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ തൗഫീഖ് കിട്ടുന്ന ആളുകൾക്കാണ്. അപ്പോൾ ഇതേവരെ റമളാനിൽ വഫാത്തായി പോയ ലക്ഷക്കണക്കിന് മുഅ്മിനീങ്ങളുണ്ട്. അവരെ എല്ലാം ഉൾപ്പെടുത്തുകയാണ് നമ്മൾ. എല്ലാവരുടെ പേരിലും ഒരു ഫാത്തിഹ എല്ലാവരും. ഇലാ ഹദറത്തി നബിയിനാ നബി റഹ്മത്തി മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഇലാ ഹളറാത്തി അഹ്ലിൽ ഖൈരി കുല്ലിഹിം അജ്മഈൻ. അൽ ഫാത്തിഹ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين
الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس صدق الله مولانا العظيم الحمد لله الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافئ مزيدا اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم اجعل هذا الشهر الشريف العظيم المبارك شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا اللهم اعتق رقابنا ورقاب آبائنا وأمهاتنا ومن تعلقوا بنا من الدين والمظالم والنار റഹ്മുറാഹിമായ അൽ മലിക്കുൽ ജബ്ബാറായ രാജസയ്യിദായ കരുണക്കടലായ കരുണാവാരിധിയായ അല്ലാഹ് ഞങ്ങൾ ഓതിയതും പറഞ്ഞതും ഒരുമിച്ച് കൂടിയതും നീ സ്വീകരിക്കണേ അല്ലാഹ് പടച്ചവനെ എല്ലാറ്റിൻ്റെയും മിഥില സവാബ് എല്ലാറ്റിൻ്റെയും സബബായ ഹബീബായ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ് അംബിയാക്കൾ ഔലിയാക്കൾ സ്വാലിഹീങ്ങൾ സുഹദാക്കൾ പ്രത്യേകിച്ച് പടച്ചവനെ പരിശുദ്ധമായ റമളാനിൽ വഫാത്തായി ഷഹീദായി പോയ അസ്ഹാബുൽ ബദരീങ്ങൾ അവരുടെ ഹദറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ് ഞങ്ങളുടെ മരണപ്പെട്ടു പോയ കാരണവന്മാർ മാതാപിതാക്കൾ ഉസ്താദുമാർ വെല്ലുപ്പമാർ വെല്ലുമ്മമാർ ഭാര്യ ഭർത്താക്കന്മാർ മക്കള് ഞങ്ങളുടെ ഓരോരുത്തരുടെയും പള്ളിയുടെ ചുറ്റുഭാഗത്ത് ഖബറിലുള്ളവര് എല്ലാവർക്കും നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ അല്ലാഹുവേ നിന്റെ മഹൽ ഫദ്ല് കൊണ്ട് പരിശുദ്ധമായ റമളാനിന്റെ ബറക്കത്ത് കൊണ്ട് റബ്ബേ ഞങ്ങൾക്ക് അഫൂ നൽകണേ അല്ലാഹ് മാപ്പ് നൽകണേ അല്ലാഹ് ദോഷങ്ങൾ പൊറുക്കണേ അല്ലാഹ് പടച്ചവനെ ഞങ്ങളുടെ കൊച്ചു കൊച്ചു അമലുകൾ സ്വീകരിക്കണേ അല്ലാഹ് നോമ്പും തറാവീഹും ഖുർആനോത്തും എല്ലാ നന്മകളും നീ കബൂലാക്കണേ റബ്ബേ എല്ലാറ്റിലും വരുന്ന പോരായ്മകൾ നീ പരിഹരിക്കണേ അല്ലാഹ് പടച്ചവരെ ലോക മുസ്ലിമീങ്ങൾക്ക് സന്തോഷം സമാധാനം നൽകണേ അല്ലാഹ് അല്ലാഹുവേ സാധുക്കളായി വിശ്വാസികളെ ആരെല്ലാം എന്തെല്ലാം പ്രയാസങ്ങൾ കൊടുത്തുന്നു പടച്ചവനെ ശത്രുക്കളെ പരാജയപ്പെടുത്തണേ അല്ലാഹ് ഞങ്ങളുടെ ഇന്ത്യൻ സാഹചര്യത്തിൽ പോലും പടച്ചവരെ അല്ലാഹുവേ പലതരത്തിലുള്ള കെണികൾ ഞങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും വീണ്ടും ആവർത്തി വരികയാണ് റബ്ബേ നിന്റെ ഹിഫ്ള് തരണേ അല്ലാഹ് പടച്ചവരെ റമളാനിന്റെ ബറക്കത്ത് കൊണ്ട് നിന്റെ പൊരുത്തം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ അല്ലാഹ് ഞങ്ങളുടെ മുറാദ് ഹാസിലാക്കണേ അല്ലാഹ് ഞങ്ങളുടെ മക്കളെ നീ ഉന്നത വിജയമുള്ള മക്കളാക്കണേ റബ്ബേ മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുത്ത് വീടില്ലാത്തവർക്ക് വീട് കൊടുത്ത് ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുത്ത് എത്രയോ കഷ്ടപ്പെടുന്നവരാണ് രോഗികളാണ് പ്രയാസപ്പെടുന്നവരാണ് എത്ര പേരാണ് ദുആ ചെയ്യാൻ എത്രയോ തവണ പറഞ്ഞിരിക്കുന്നു റബ്ബേ പടച്ചവനെ എല്ലാവരുടെ പ്രയാസങ്ങളും വിഷമങ്ങളും മാറ്റണേ അല്ലാഹ് എല്ലാവർക്കും ഞങ്ങൾക്കും ഖൈറും ബർക്കത്തും നൽകണേ അല്ലാഹ് റമളാൻ അനുകൂലമായി സാക്ഷി പറയിപ്പിക്കണേ റബ്ബേ റഹ്മത്തിന്റെ പരിശുദ്ധമായ പത്തുകളിൽ അല്ലാഹുവേ നിന്റെ റഹ്മത്ത് കൊടുക്കുന്ന വിശ്വാസികൾ ഞങ്ങളെ കൂടെ ചേർക്കണേ അല്ലാഹ് ഞങ്ങളെ കബൂലാക്കണേ റബ്ബേ
اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات اللهم رب ارحمهما كما ربياني صغيرا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم صل على جميع الأنبياء والمرسلين والحمد لله رب العالمين السلام عليكم ورحمة الله وبركاته